മോളിക്കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ? തൊമ്മിച്ചാൻ ആളൊരു വലിയ മനുഷ്യനാണ്. പിന്നെ പുള്ളിക്കാരൻ ഒരു രണ്ടാം കെട്ടുകാരനായതുകൊണ്ട് വീട്ടിലാർക്കെങ്കിലും അങ്ങനെയൊന്നുമില്ല. എന്റെ മക്കൾ ഞാൻ പറയുന്നത് അനുസരിക്കും. നമ്മുടെ കുറവുകളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. തൊമ്മിച്ചാനുമായിട്ടുള്ള ഒരു ബന്ധം എന്തുകൊണ്ടും നല്ലതാ. വക്കീലല്ലേ, തച്ചമ്പള്ളിക്കാരോട് നിയമം പറയാൻ അങ്ങനെ ഒരാളുള്ളത് നല്ലതാ. 4 കല്യാണം കൂടി ഒരുമിച്ച് നടത്തിയാൽ നമുക്ക് ചെലവ് അത്രയും ലാഭിക്കാം. 4? പിന്നെ പുള്ളിക്കാരൻ എണ്ണം തെറ്റിയതാ. ഞങ്ങൾ ഇറക്കട്ടെ. എന്റെ കാര്യം പറ. എന്റെ ആക്രമണം കളിച്ച് കൊളാക്കല്ലേ. പറയട്ടെ. അപ്പൊ നീ എന്നെ പറ്റിക്കാരനല്ലേ? എന്ത്? എന്റെ ആനയുടെയും കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്? അയ്യോ, സത്യമായിട്ട് ഞാൻ പറഞ്ഞാട്ടോ. ആ കളവെ കെട്ടുന്ന കാര്യോ? പിന്നെ അന്നേ മാത്തൻ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? ആനയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഓഹോ, അപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. നീ ഒഴിഞ്ഞു മാറി അല്ലേ? എടാ, 20-ാം നൂറ്റാണ്ടിലെ യുവദാസിന്റെ പതിപ്പാ നീ. എടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്നും പറയണ്ട. തൊമ്മിച്ചനെ തപ്പിക്കൊണ്ടുവന്ന് ഞാനാ. എന്റെ കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ തൊമ്മിച്ചനെ പിൻവലിക്കും. ഓടാ. കറിയച്ചേട്ടാ, ഇനിയുള്ള കാലമെങ്കിലും സ്വന്തം നാട്ടിൽ തന്നെ കഴിയണമെന്ന് വല്യമ്മച്ചിക്ക് ഏറ്റവും കൂടുതൽ നിർബന്ധം. അവരുടെ സെന്റിമെന്റ്സ് ഒന്നും അല്ല പ്രശ്നം. സ്വന്തം വീടും പറമ്പും വല്ലവനും വിട്ടുകൊടുക്കേണ്ട ആവശ്യമുണ്ടാ? അല്ല, ആ നാടിന്റെ സെറ്റപ്പ് തന്നെയൊന്ന് വേറെ. പോലീസിനേക്കാൾ അവിടെ ഹോൾഡ് പണിക്കർക്ക. അങ്ങനെയുള്ള ഒരു നാട് ഈ കേരളത്തിലുണ്ടെങ്കിൽ അതൊന്നും അറിയണമല്ലോ. ഇനി ചിലപ്പോ നമ്മുടെ കൈ കൊണ്ടായിരിക്കും ആ നാടിന്റെ ഷേപ്പ് മാറാൻ പോണത്. അല്ലേടാ വില്ലി? എന്ത്? ഒരു കൈ നോക്കാം. ഭൂമി മുഴുവൻ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം. 1 ഇഞ്ച് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. എങ്കിൽ പിന്നെ നമുക്ക് നാളെ തന്നെ നാട്ടിലേക്ക് പോവാം. അപ്പൊ നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് അങ്ങോട്ട് താമസം മാറാണോ? അതൊക്കെ സൗകര്യം പോലെ തീരുമാനിക്കും. ആദ്യം അവിടെ പോയി. മനസ്സിലായി. ആദ്യം ഇറാഖിനോട് അന്യായമായി പിടിച്ചെടുത്ത കുവൈറ്റ് വിറ്റ് തരാൻ നമ്മൾ ആവശ്യപ്പെടുന്നു. മര്യാദയ്ക്ക് അനുസരിച്ചില്ലെങ്കിൽ കഡ്, പാട്രിയറ്റ്, രാസായുധം. നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ടല്ലോ. കരാറ്റെ, നിയമം, നാടനടി, ബ്രെയിൻ. അയ്യേട്ടാ, കഴുതയുടെ. അപ്പൊ അച്ചായ, ഹണിമൂണിന്റെ ബാക്കി ഇനി നാട്ടിൽ വെച്ച്. ഓൺ യുവർ മാർക്ക്. തുമ്മിച്ചായോ? എല്ലാത്തിനും വഴിയുണ്ടാക്കാം. വാ.
ആരാ മനസ്സിലായില്ലല്ലോ. കണ്ടവന്റെ പുരയെടുത്തിട്ട് പോക്കൃത്തം കളിക്കുന്നു. നിക്ക് സണ്ണി, ഈ വീടും പറമ്പും ഒക്കെ ഇദ്ദേഹത്തിന്റെ വകയാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറ്റുക. ഈ സാധനമൊക്കെ എടുത്തു മാറ്റിയാൽ വലിയ ഉപകാരം. എന്തോ സാധനങ്ങൾ എടുത്ത് മാറ്റാൻ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. നിങ്ങൾ തൊഴിലാളികളാ. തൊഴിലാളി യൂണിയന് വേണ്ടി എത്രയോ കേസുകൾക്ക് അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ് ഞാൻ. താൻ തന്റെ പണി നോക്കിയാൽ മതി. ഇവന്മാരുടെ വേറെ ഒരു കാര്യമില്ല തുമ്മിച്ച. അറിയാ ഇല്ലേ തകർക്കണ. നാണമില്ലല്ലോടാ നിനക്കൊക്കെ. കണ്ടവന്റെ തല്ലുകൊണ്ടിട്ട് വന്നിരിക്കുന്നു. ഞാനവിടെ ഉണ്ടായിരുന്നേ കാണിച്ചു കൊടുത്തേനെ. അരിഞ്ഞു കളഞ്ഞല്ലേ എല്ലാത്തിനും. അച്ഛനെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഓർക്കാപ്പുറത്ത് അവന്മാർ കയറി വന്ന് തല്ലാൻ വരുന്നവൻ ചെണ്ട പൊട്ടി അറിയിച്ചിട്ടാണോ വരുന്നത്? നിന്റെയൊക്കെ പിടിപ്പേടാണെന്ന് പറ. എനിക്ക് ഈ നാട്ടിലുള്ള അന്തസ് മുഴുവൻ നശിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ ഈ പണിക്കർ ആരാണെന്ന് ഞാൻ അവർ കാണിച്ചു കൊടുക്കാം. ഇത് എങ്ങനെ തലമുക്ക് നടക്കുന്ന വഴി? പണിക്കർ സാറേ, എന്താ? അതിന് മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ പണിക്കർ സാറേ. നിങ്ങളുടെ പിള്ളേരെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് തടവേണ്ടി വന്നു. ഇപ്പൊ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാ, അല്ലയോടാ കുഞ്ഞുങ്ങളെ? ഓഹോ, അപ്പൊ അത് നിങ്ങളാണല്ലേ. വലിയ പ്രകടനമൊന്നും ഇവിടെ വേണ്ട. വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോവും. അതെന്താ പണിക്കരെ അങ്ങനെ? ആദ്യമായിട്ട് വീട്ടിൽ വരുന്നവരോട് അല്പം കൂടെ മര്യാദ കാണിച്ചുകൂടെ? ഇറങ്ങി പോടാ പുറത്ത്. മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട. പോടെ പോടെ. താനേ ഇട്ടാവട്ടത്തെ രാജാവാണെന്ന് വെച്ചേ ഞങ്ങൾക്കൊരു പുല്ലുമില്ല, അറിയോ? ആ കണ്ണൂരിട്ടാവറോ. ആ വീടും പുരയിടവും ഞങ്ങൾ കൈവശപ്പെടുത്തിയതുപോലെ മാത്രം ചെണ്ട ബാക്കി വസ്തുക്കളും ഞങ്ങൾ തിരിച്ചു പിടിക്കും. അത് സംശയമൊന്നും വേണ്ട. 2 ദിവസത്തെ സമയം തരാം. അതിനകം ഈ മതില് പൊളിച്ചു മാറ്റി കെട്ടിയില്ലെങ്കിൽ പിന്നെ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയാം. അതിനു മുമ്പേ നിന്റെയൊക്കെ ശവ പറമ്പി വീഴും. ചുമ്മാ തമാശ പറയാതെ പണിക്കരെ. വെറുതെ അങ്ങ് തല്ലിക്കൊല്ലാൻ ഞങ്ങൾ എന്താ ഓച്ചന്മാരാണെന്ന് കരുതിയോ? അടി ഞങ്ങൾക്ക് പുത്തരിയല്ലെന്ന് ദേ ഈ പിള്ളേരോട് ചോദിച്ചാൽ അറിയാം. വെറുതെ തടി കേടാക്കാതെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു. തുമ്മിച്ച വാ. വരട്ടെ പണിക്കരെ. എടാ, എടുത്തി ആടിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഇടപെടാതെ തന്നെ എല്ലാത്തിനും ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം. മോർച്ചറി കണ്ണൻ പരോളിൽ ഇറങ്ങിയിട്ട്. ആര്? ചിറ്റപ്പനോ? അവൻ എവിടെയുണ്ടെന്ന് അന്വേഷിക്കാം.